പ്രൈസ് ദി ലോർഡ്. ദൈവത്തിൻ്റെ അതിപരിശുദ്ധമായ തിരുനാമം വാഴ്ത്തപ്പെടുമാറാകട്ടെ. ഇന്ന് രാത്രികാലം ഫെയ്ത്ത് ലൈറ്റ് മീഡിയ യൂട്യൂബ് ചാനൽ കൂടി എന്നെ ശ്രദ്ധിക്കുന്ന എൻ്റെ എല്ലാ സ്നേഹമുള്ള മാതാപിതാക്കളെയും സഹോദരങ്ങളെയും മക്കളെയും സർവശക്തനായ ദൈവം ധാരാളമായി അനുഗ്രഹിക്കുമാറാകട്ടെ. സർവൈശ്വര്യങ്ങളാലും നിറയ്ക്കുന്ന ദൈവത്തിൻ്റെ ആത്മാവിൻ്റെ അതിമുഖത്തായ പ്രവൃത്തിയും പ്രത്യാശയും വെളിപ്പെടുത്തി സ്വർഗം അനുഗ്രഹിക്കട്ടെ. ഇന്ന് രാത്രികാലത്ത് ഈ ചെറിയ ഷോർട്ട് മെസ്സേജ് നിങ്ങളുടെ ജീവിതത്തിൽ വലിയ ആശ്വാസം പകരട്ടെ എന്ന് ഞാൻ പ്രാർത്ഥിക്കുന്നു. അതിൻ്റെ ചിന്തയ്ക്കായിട്ട് കരച്ചിൽ കേൾക്കുന്ന കർത്താവിനെ കുറിച്ചാണ് ഞാൻ ഈ രാത്രികാലം ആത്മാവിൽ ദൂത് വെളിപ്പെടുത്തുവാൻ ആഗ്രഹിക്കുന്നത്. കരച്ചിൽ കേൾക്കുന്ന കർത്താവ്, നമ്മുടെ കരച്ചിൽ കേൾക്കുന്ന ദൈവത്തിൻ്റെ ആത്മാവ്. പുറമേ ഉള്ള കരച്ചിലിനെ കേൾക്കുന്ന ദൈവത്തെക്കുറിച്ചല്ല ഞാൻ പറയുന്നത്. വചനം പഠിപ്പിക്കുന്നത് ഹൃദയത്തിൻ്റെ അകത്തളത്തിൽ നുറുങ്ങുന്ന വേദനയോടെ കരയുന്ന തൻ്റെ ജനത്തെയാണ്, അല്ലെങ്കിൽ തൻ്റെ ജനത്തിൻ്റെ നിലവിളിയാണ് ദൈവം കേൾക്കാൻ ഇടയായിത്തീരുന്നത്. അങ്ങനെ ഹൃദയത്തിൻ്റെ വേദനയോടെ കരഞ്ഞ ഒരു വ്യക്തിയെ തിരുവചനത്തിൽ നമുക്ക് കാണാൻ കഴിയുന്നുണ്ട്. ഒന്ന് ശമൂവേലിൻ്റെ പുസ്തകം 1-ാമത്തെ അധ്യായം അതിൻ്റെ 10-ാമത്തെ വാക്യത്തിൽ ഇങ്ങനെ വായിക്കുന്നു: അവൾ മനോവ്യസനത്തോടെ യഹോവയോട് പ്രാർത്ഥിച്ചു, വളരെ കരഞ്ഞു. അവൾ മനോവ്യസനത്തോടെ യഹോവയോട് പ്രാർത്ഥിച്ചു, വളരെ കരഞ്ഞു. ഹന്നായുടെ കരച്ചിൽ പുറം ലോകം കാണാനുള്ള കരച്ചിലല്ല ഹന്ന കരഞ്ഞത്. ഹന്ന കരഞ്ഞത് ജനത്തിൻ്റെ മുമ്പിൽ ഒന്നാളായി കാണിക്കാനല്ല ഹന്ന കരഞ്ഞത്. ഹന്ന മനോവ്യസനത്തോടെ, ഹൃദയ നുറുക്കത്തോടെ ദൈവസന്നിധിയിൽ കരയുവാനിടയായി തീർന്നു. കരഞ്ഞ വിഷയമെന്ന് പറയുന്നത് തനിക്കൊരു സന്താനത്തെ ലഭിക്കണം എന്നുള്ളതാണ്. ഇന്ന് രാത്രികാലം ഈ വചനം കേൾക്കുന്ന പ്രിയമുള്ളവരെ, നിങ്ങൾ തലമുറയില്ലാതെ കരയുന്നവരാണോ? നാളുകളായി വിവാഹം കഴിഞ്ഞിട്ടും ഒരു തലമുറയെ ലഭിക്കാതെ കരയുന്ന പ്രിയപ്പെട്ടവരാണോ? മറ്റു വിഷയങ്ങളാൽ നിങ്ങൾ കരയുന്ന പ്രിയപ്പെട്ടവരാണോ? എന്നാൽ ദൈവം പറയുന്നു, നിന്റെ കരച്ചിലിൻ്റെ മറുപടി ഈ ദിനങ്ങളിൽ ദൈവാത്മാവ് നൽകി തരുവാനിടയായിത്തീരും. ഹന്നയുടെ കരച്ചിൽ പുറം ലോകം കേൾക്കാനുള്ള കരച്ചിലല്ല, പക്ഷേ അതരം ചലിക്കുമ്പോൾ മറ്റുള്ളവർ കണ്ട് അവൾ പരിഹസിക്കാൻ തുടങ്ങി. അതരം ചലിക്കുന്നത് കണ്ട് മറ്റുള്ളവർ പരിഹസിക്കാൻ തുടങ്ങിയപ്പോൾ ഹന്ന പറഞ്ഞു, ഞാൻ മനോവ്യസനമുള്ളൊരു സ്ത്രീയാണ്. ഇന്ന് രാത്രികാലം എന്നെ കേൾക്കുന്ന പ്രിയമുള്ളവരെ, വേദനയോടെ നീ കരയുന്ന വിഷയം എന്താണെങ്കിലും നിശ്ചയമായും സർവശക്തനായ ദൈവം അത്ഭുതങ്ങളെ പ്രവർത്തിക്കുവാനിടയായിത്തീരും. ദൈവാത്മാവിൻ്റെ പ്രവൃത്തി അവിടെ വെളിപ്പെടുവാനിടയായിത്തീരും. ഹന്ന കരഞ്ഞത് എന്ത് വിഷയത്തിനാണോ ആ വിഷയത്തിന് അത്ഭുതങ്ങളെ പ്രവർത്തിച്ചു. ഇന്ന് രാത്രികാലം എന്നെ കേൾക്കുന്ന പ്രിയമുള്ളവരെ, നിങ്ങൾ മനോവ്യസനത്തോടെയാണോ കരയുന്നത്? നിങ്ങളുടെ കരച്ചിൽ കണ്ട് മറ്റുള്ളവർ നിങ്ങളെ പരിഹസിക്കുന്നു എങ്കിൽ ഇന്ന് രാത്രികാലം ദൂത് പറയാം, നിങ്ങൾ കരയുന്ന വിഷയത്തിന് മറുപടി നിശ്ചയമായും താമസം വിനാ ദൈവാത്മാവ് നൽകി തരുവാനിടയായിത്തീരും. അതിനാധാരമായിട്ട് ഇവിടെ പറയുന്നുണ്ട് 20-ാം വാക്യത്തിൽ, ഒരാണ്ട് കഴിഞ്ഞിട്ട് ഹന്ന ഗർഭം ധരിച്ചൊരു മകനെ പ്രസവിച്ചു. 1 ശമൂവേൽ പുസ്തകം 1-ാം അധ്യായത്തിൻ്റെ 20-ാം വാക്യത്തിൽ പറയുന്നു, ഒരാണ്ട് കഴിഞ്ഞപ്പോൾ
കണ്ടോ, ഏറിയ വർഷങ്ങളൊന്നും കഴിഞ്ഞിട്ടില്ല, എല്ലാം നഷ്ടപ്പെട്ടു, മുറ നിന്നുപോയി, ഇനി രക്ഷയില്ല എന്ന് വിധിയെഴുതിയ സ്ഥാനത്ത് മനോവ്യസനത്തോട് കരയാൻ തയ്യാറായ ഹന്നയുടെ മുമ്പിൽ ദൈവാത്മാവ് അത്ഭുതങ്ങളെ പ്രവർത്തിക്കുവാനിടയായി തീർന്നു. ഒരുപാട് വർഷങ്ങളൊന്നും കഴിഞ്ഞില്ല, ഒരാണ്ട് കഴിഞ്ഞപ്പോ ഹന്ന ഗർഭം ധരിച്ചു ഒരു മകനെ പ്രസവിക്കുവാനിടയായി തീർന്നു. പക്ഷെ അവളൊരു തീരുമാനമെടുത്തിരുന്നു, എനിക്കൊരു പുരുഷ സന്താനത്തെ തന്നാൽ ഞാൻ അതിനെ നിനക്ക് തന്നെ തരുവാനിടയായി തീരും. ഇന്ന് രാത്രികാലം ദൈവസന്നിധിയിൽ നിങ്ങളെ തന്നെ ഒന്ന് ഏൽപ്പിച്ചു കൊടുത്ത്, കർത്താവേ, എനിക്കൊരു നന്മ തന്നാൽ, എനിക്കൊരു തലമുറയെ തന്നാൽ, എൻ്റെ വിഷയത്തിനൊരു പരിഹാരം തന്നാൽ, ഞാൻ പ്രാർത്ഥിക്കുന്ന വിഷയത്തിനൊരു വിടുതൽ തന്നാൽ, ഞാൻ നിന്റെ സന്നിധിയിൽ ഉറച്ചു നിന്നുകൊള്ളാം എന്നൊരു തീരുമാനം എടുക്കാൻ നിങ്ങൾ തയ്യാറാണെങ്കിൽ നിങ്ങളുടെ വിഷയത്തിന് ഒരാണ്ട് കഴിയും മുന്നമേ നിശ്ചയമായും മറുപടി ലഭിക്കുവാനിടയായിത്തീരും. അങ്ങനെയെങ്കിൽ ഇന്ന് രാത്രികാലം ഹന്ന നിലവിളിച്ചതുപോലെ ഒന്ന് നിലവിളിക്കാൻ തയ്യാറാണെങ്കിൽ ദൈവാത്മാവിന്റെ അത്ഭുതകരമായ പ്രവൃത്തി വെളിപ്പെടും. ഒരു വാക്യം കൂടെ, സങ്കീർത്തന പുസ്തകം 34:17-18 വാക്യത്തിൽ ഞാൻ പറയുന്നു, നീതിമാന്മാർ നിലവിളിക്കുന്നു, യഹോവ കേൾക്കുന്നു, തകർന്ന ഹൃദയമുള്ളവരോട് ദൈവം അടുത്തിരിക്കുന്നു. തകർന്ന ഹൃദയത്തോടെ നിലവിളിക്കുന്നവരോട് ദൈവം അടുത്തിരുന്ന് അവരുടെ വിഷയത്തിന് പരിഹാരം നൽകി തരുവാനിടയായിത്തീരും. അങ്ങനെയെങ്കിൽ പ്രിയമുള്ളവരെ, ഹൃദയനുറുക്കത്തോടെ വിഷയത്തിന്റെ നടുവിൽ ഒന്ന് പ്രാർത്ഥിക്കാൻ തയ്യാറാകുന്നു എങ്കിൽ ദൈവം അത്ഭുതങ്ങളെ പ്രവർത്തിക്കുവാൻ ഇടയായിത്തീരും. ചിന്തകളാൽ സർവശക്തനായ ദൈവം അനുഗ്രഹിക്കുമാറാകട്ടെ. സ്തോത്രം.